വളരെ മഹത്തരമായ ഹദീസാണ് ഇനി പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ അതിന്റെ പ്രാധാന്യം കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന ഹദീസാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഹദീസിന് എന്താ പറയാ? ഹദീസുൻ ഖുദ്സി, ഖുദ്സിയ ഹദീസ് എന്നാണ് പറയാ. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. ഖസംതു സ്വലാഹ്, നിസ്കാരത്തിലെ പാരായണം ഞാൻ അത് വീതിച്ചിരിക്കുന്നു. ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ രണ്ട് ഭാഗങ്ങളായി, രണ്ട് പകുതികളായി ഞാൻ നിസ്കാരത്തിലെ പാരായണത്തെ, അതായത് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണത്തെ ഞാൻ വീതിച്ചിരിക്കുന്നു. അല്ലെ, ഫാത്തിഹ എടുത്തു നോക്കിയാൽ അത് രണ്ട് ഭാഗമാണ്. ഇതിന്റെ അർത്ഥം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക് യൗമുദ്ദീൻ, ഇതൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. ഇയ്യാക നഅ്ബുദ് വ ഇയ്യാക നസ്തഈൻ, ഇത് അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗം മനുഷ്യർ അവനു വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുകയാണ്. മനുഷ്യന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ. ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. നോക്കൂ നിങ്ങൾ, ഇതിന്റെ ആദ്യ ഭാഗം അള്ളാഹുവിനെ പുകഴ്ത്തലാണ്, അവസാന ഭാഗം നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയെ അള്ളാഹു രണ്ടായി വേർതിരിച്ചിരിക്കുന്നു. വലിഅബ്ദി മാ ശഅൽ, എൻ്റെ അടിമ അവൻ സൂറത്തുൽ ഫാത്തിഹയിൽ ചോദിക്കുന്ന കാര്യം അവൻ ഉണ്ടായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഫഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖാല അല്ലാഹു തആല ഹമിദനി അബ്ദി. ഒരാൾ നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? നിസ്കരിക്കുന്ന ആളെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നെ കുറിച്ചും എന്നെ കുറിച്ചാണ് പറയുന്നത്. നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് മറുപടി പറയുന്നുണ്ട്. എന്താണ് മറുപടി? ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. നിസ്കാരത്തിൽ നമ്മുടെ ചിന്ത വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിലോ, നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെങ്കിലോ എത്ര മോശമാണ് അപ്പോൾ കാര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന നിസ്കാരത്തിൽ പറഞ്ഞാൽ അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാൽ അർറഹ്മാനിർ റഹീം ഖാല അല്ലാഹു തആല അസ്നാ അലയ്യ അബ്ദി. റഹ്മാൻ റഹീം എന്ന ആയത്ത് അവൻ പാരായണം ചെയ്താൽ അള്ളാഹു പറയും, എൻ്റെ അടിമ അവൻ എന്നെ വീണ്ടും പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ വീണ്ടും സ്തുതിച്ചിരിക്കുന്നു. സനാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വീണ്ടും വീണ്ടും പുകഴ്ത്തലാണ്. വഇദാ ഖാൽ മാലിക് യൗമുദ്ദീൻ, മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഖാൽ മജ്ജദനി അബ്ദി, അള്ളാഹു പറയും, എൻ്റെ അടിമ അവൻ എന്നെ ആദരിച്ചിരിക്കുന്നു, അവൻ എൻ്റെ മഹത്വം വാഴ്ത്തിയിരിക്കുന്നു. ചില റിവായത്തുകളിൽ കാണാം അള്ളാഹു പറയും, ഫവ്വദ ഇലയ്യ അബ്ദി, എൻ്റെ അടിമ അവൻ്റെ കാര്യങ്ങൾ എന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മാലിക് യൗമുദ്ദീൻ എന്ന ആയത്ത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വമാണ് വരുന്നത് എങ്കിൽ അള്ളാഹു പറയും, മജ്ജദനി അബ്ദി. എന്നാൽ മാലിക് യൗമുദ്ദീൻ എന്ന് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ പരലോകത്തിന്റെ ഭയാനകതയാണ് വരുന്നത് എങ്കിലോ, പരലോകത്തിന്റെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് അവന്റെ മനസ്സിലേക്ക് വന്നെത്തുന്നത് എങ്കിലോ, അപ്പോൾ അള്ളാഹു പറയും, ഫവ്വദ ഇലയ്യ അബ്ദി, പരലോകത്ത് എന്ത് സംഭവിക്കുമെന്ന പേടിയിലാണ് അവൻ ഇതാ അവന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ അവന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ നമ്മളെ മനസ്സിലുള്ള ചിന്ത എന്താണ്, അതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മറുപടി. ഒരാൾ നിസ്കാരത്തിൽ ഒരു ചിന്തയില്ലാതെയാണ് നിസ്കരിക്കുന്നത് എങ്കിലോ, അവന്റെ ചിന്തകൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലാണ് എങ്കിലോ, ദുനിയാവിന്റെ കാര്യങ്ങളിൽ, ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഹറാമായ കാര്യങ്ങളിൽ,
അതിനെക്കുറിച്ചാണ് അവൻ ചിന്തയെങ്കിലോ എത്ര മോശമാണ് അവൻ്റെ കാര്യമെന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഫഇദാ ഖാല ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് പാരായണം ചെയ്താൽ അള്ളാഹു പറയും ഹാദാ ബൈനി വബൈന അബ്ദി വലിഅബ്ദി മാ സഅൽ, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് അവനുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അത് അള്ളാഹു പറയുമ്പോഴാണ് നമ്മൾ അടുത്ത പ്രാർത്ഥന ചൊല്ലുന്നത്. ദുനിയാവിൽ ഏറ്റവും നല്ല പ്രാർത്ഥനയാണത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന പ്രാർത്ഥന നമ്മൾ അള്ളാഹു അത് പറയുമ്പോഴാണ് ചൊല്ലുന്നത്. അത് ഒരു അടിമ പറഞ്ഞാൽ അള്ളാഹു പറയും ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് എൻ്റെ അടിമക്ക് ഞാൻ നിശ്ചയിച്ചതാണ്, എൻ്റെ അടിമ അവൻ ചോദിച്ചത് അവനുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മറുപടി പറയും. സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുമായുള്ള സംസാരമാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, നമ്മളിൽ പലരുടെയും നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ആലോചിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. തുടക്കത്തിൽ കുറച്ച് പ്രയാസമുണ്ട്, നമ്മൾ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷെ അത് ശീലിച്ചെടുത്താൽ അത് എളുപ്പമുള്ള കാര്യമാണ്. നിസ്കാരത്തിൽ അത് വലിയ മാറ്റം സൃഷ്ടിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല. ഈ ഹദീസ് വിശദീകരിച്ച സന്ദർഭത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല ഇദ്ദേഹം പറഞ്ഞതായി കാണാം ഫയാ ലസ്സത ഖൽബിഹി വഖുറത ഐനിഹി വസുറൂറ നഫ്സിഹി, സുബ്ഹാനല്ലാഹ്, ഹൃദയത്തിനുണ്ടാകുന്ന സന്തോഷം, അതുപോലെ കണ്ണിനുണ്ടാകുന്ന കുളിർമ, ഹൃദയത്തിന്റെ ആഹ്ലാദം എത്ര വലുതാണ്. ബിഖൗലി റബ്ബിഹി അബ്ദി സലാസ മറാത്ത്, നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് അബ്ദി എന്ന് 3 തവണയാണ് ആവർത്തിക്കുന്നത്. എൻ്റെ അടിമ, എൻ്റെ അടിമ, എൻ്റെ അടിമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുന്നവനോട് പറയാൻ. അതിൽ യാതൊരു വ്യത്യാസമില്ല. പണക്കാരനും ദരിദ്രനും, കറുത്തവനും വെളുത്തവനും, പുരുഷനും സ്ത്രീയും, വലിയവനും ചെറിയവനും എന്ന വ്യത്യാസമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിഅമത്ത് അവൻ്റെ ദാസന്മാർക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യവും മഹത്വവും ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും മഹത്തരമായ ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഈ ഹദീസ് എന്നതിൽ സംശയമില്ല.